ഒരു പരീക്ഷയെങ്കിലും നന്നായിട്ട് നടത്തുക എന്നത് കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ഉത്കണ്ഠാകുലരായിക്കൊണ്ട് പലതവണ പേപ്പർ ലീക്ക് വന്നിട്ട് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ല എന്നൊരു സ്ഥിതി വന്നപ്പോഴാണ് വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. അവരുടെ സമരത്തെ ഏറ്റവും ശക്തമായിട്ട് തന്നെയാണ് സർക്കാർ അടിച്ചമർത്തുന്നത്. പെല്ലറ്റ് ഗണ്ണുകൾ വരെ ഉപയോഗിക്കുന്നു. ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ വീടുകളിൽ ചെന്ന് വരെ ആക്രമിക്കുന്നു. കുട്ടികളുടെ പാസ്പോർട്ടുകൾ ജപ്തി ചെയ്യുന്നു. നാളിതുവരെ കാണാത്ത ഭരണകൂട ഭീകരതയാണ് ഒരു ഭാഗത്ത്. പക്ഷേ വിദ്യാർത്ഥികളോട് ഏറ്റുമുട്ടിയ സർക്കാരുകൾക്ക് അധികം കാലം അതിജീവിക്കാൻ സാധിച്ചിട്ടില്ല. പാരീസിൽ, ബെർലിനിലും മറ്റും 1970കളിലും ഈ അടുത്ത കാലത്ത് നേപ്പാളിലും ബംഗ്ലാദേശിലും മറ്റും കണ്ടത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക പ്രയാസമാണ്. ഈ പ്രക്ഷോഭണത്തിൻ്റെ തന്നെ സ്വരൂപം അടുത്തിടെയായി മാറി. ഇപ്പോൾ അവർക്ക് രോഷമല്ല, അവർ കളിയാക്കാൻ തുടങ്ങി. വളരെ ഹാസ്യരൂപേണയാണ് ഭരണകൂടത്തെ കൈകാര്യം ചെയ്തത്. ഇത് ഭരണകൂടത്തിന് വലിയൊരു മുന്നറിയിപ്പാണ്. സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വലിയ പരിഹാസം സോവിയറ്റ് യൂണിയനിലും ഉയർന്നിരുന്നു. ഒരു ഭരണകൂടത്തെ പരിഹസിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം ഭരണകൂടത്തെ പേടിക്കുന്നില്ല എന്നാണ്. വിദ്യാർത്ഥികളുടെ ഒരേ ഒരു ഡിമാൻഡ്, വളരെ ചെറിയൊരു ഡിമാൻഡ്, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കുക എന്നത് അവർ നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ സമരത്തിന് ഐക്യപ്പെടുന്നവരൊക്കെ തന്നെ രാജ്യദ്രോഹികളായിട്ടാണ് ഇപ്പം കേന്ദ്രം ചിത്രീകരിക്കുന്നത്. അതൊരു നല്ല രീതിയാണ്. അത് ഇവരെന്നും ചെയ്തിട്ടുള്ള കാര്യമാണ്. കർഷകരെ രാജ്യദ്രോഹികളായി കണ്ടു. അങ്ങനെ ഇവരെ എതിർക്കുന്ന എല്ലാവരെയും രാജ്യദ്രോഹികളായി കാണുന്ന ഒരു സ്വഭാവമാണ് ഇവർ വച്ചു പുലർത്തുന്നത്. പക്ഷെ അതിനി നടക്കാൻ പോകുന്നില്ല. ഈ സമരം നമ്മളെ പഠിപ്പിച്ച മറ്റൊരു കാര്യം, ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് യാതൊരു വിശ്വാസ്യതയില്ല എന്നും ആയിരക്കണക്കിന് ജനങ്ങളുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ദൃശ്യങ്ങളാണ് ജനങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് എന്നും ഇവരെ ആരും ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നവരോ സമരത്തെപ്പറ്റി മൗനം പാലിക്കുന്നവരോ, അതായത് എതിർക്കാത്തവരെ എല്ലാം രാജ്യദ്രോഹികളെ കാണും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത ഏതാണ്ട് ഇല്ലാതായിരിക്കുകയാണ്. എൻ്റെ വിചാരത്തിൽ സമൂഹത്തിലും ഒരു വിഭാഗം ആൾക്കാർ ഇതിനെപ്പറ്റി മൗനം പാലിക്കുന്നില്ല എന്നാണ്. കാരണം ഇത് അത്രയധികം നമ്മുടെ അടുത്ത തലമുറയുടെ ഇതാണ്. അവരുടെ വീട്ടിലും കുട്ടികളുണ്ട്, അവരാരും കാര്യമായിട്ട് മൗനം പാലിക്കുന്നില്ല. മറ്റ് പല ഇഷ്യൂകളിലും മൗനം പാലിച്ചവർ പോലും ഇത്തവണ മൗനം പാലിക്കുന്നില്ല. ഈ കുട്ടികളുടെ എല്ലാം മാതാപിതാക്കളോ അവരുടെ വീട്ടുകാരോ എല്ലാവരും BJP അനുകൂലികളായിരുന്നു. എന്നിട്ട് പോലും മാതാപിതാക്കളും ടീച്ചർമാരും എല്ലാം ഇപ്പോൾ സമരമുഖത്തിറങ്ങിയിരിക്കുകയാണ്. എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ചെറിയൊരു ഡിമാൻഡാണ്. ഇത് ഭരണകൂടത്തിൻ്റെ മുഷ്കാണ്. ഇപ്പം നേപ്പാളിൽ സംഭവിച്ചത് വിദ്യാർത്ഥികൾ ശാന്തരായിട്ട് ഇതുപോലെ തന്നെ സമരം ചെയ്യായിരുന്നു. പക്ഷേ അവരെ വെടിവെച്ച് വീഴ്ത്തിയപ്പോഴാണ് അവർ രോഷാകുലരായത്. ഇപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ജനവിഭാഗം കൂടിയാണ് വിദ്യാർത്ഥികൾ.